ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ചൊവ്വാഴ്ചയാണ് മഴക്കാലത്തെ മുൻനിർത്തിയുള്ള പാർലമെൻറ്റ് സമ്മേളനം ആരംഭിച്ചതെന്ന് നമുക്കറിയാം. അന്നു മുതൽ പാർലമെൻറ്റ് സ്തംഭിക്കുകയാണ്. ഒരു കാര്യവും നടക്കുന്നില്ല. കുറ്റാരോപിതരായിരിക്കുന്ന മന്ത്രിമാർ, പ്രത്യേകിച്ച് സുഷമ സ്വരാജ്, അതുപോലെ തന്നെ വ്യാപം അഴിമതി കേസുമായി ബന്ധിപ്പിച്ച് മുഖ്യമന്ത്രി, ഇരുവരും രാജിവെക്കണം എന്നാവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ രാജിവെക്കുന്ന പ്രശ്നമേയില്ല, ഇരു കേസുകളിലും ചർച്ചയാകാം എന്ന് ഭരണകക്ഷി പറയുന്നു. ഈ കാര്യത്തിൽ മൗനം പുലർത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏതായാലും ചർച്ചയാകാം എന്ന് ഭരണകക്ഷി പറയുമ്പോൾ ചർച്ചയ്ക്കെതിരല്ല, പക്ഷേ രാജിവെച്ച് വേണം ചർച്ച ചെയ്യാൻ. ഇങ്ങനെ രാജിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷവും രാജിവെക്കാതെ ചർച്ചയാകാമെന്ന് ഭരണപക്ഷവും കടുംപിടുത്തം പിടിച്ചതോടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചൊവ്വ, ബുധൻ, വ്യാഴം 3 ദിവസങ്ങളും പാർലമെൻറ്റിൻ്റെ ലോക്സഭയും രാജ്യസഭയും അലങ്കോലപ്പെടുകയും സഭാ സമ്മേളനം തടയപ്പെടുകയും ചെയ്തിരിക്കുന്നു. എപ്രകാരമാണ് ഇതിനൊരു പോംവഴി കാണേണ്ടത്? ഈ കാര്യത്തിൽ പോംവഴി ശ്രമങ്ങൾ നടക്കുന്നു, വിജയിക്കുന്നില്ല. ഇന്ന് ഹിന്ദു എന്ന പത്രം കാണുക. പാർലമെൻറ്റ് ലോക്ക് ജാം, മോഡീസ് ചാം ഒഫൻസീവ് ഫെയിൽസ് ഇൻ രാജ്യസഭ. 2 സഭകളിലും പരാജയം തന്നെയാണ് മോദിയുടെ വ്യക്തിപ്രഭാവം. ഏതായാലും PM ലീഡ്സ് ബിറ്റ് ടു ബ്രേക്ക് ഇംപാസ്. ഈ കാര്യത്തിലൊരു കാര്യം കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാക്കളെ കാണുന്ന ചിത്രമടക്കമാണ് ഹിന്ദു ഈ വാർത്ത തരുന്നത്. നരേന്ദ്രമോദിയുടെ പുതിയ ഒരു കൗശലമാണത്. പ്രതിപക്ഷത്തെ ഭിന്നിപ്പിച്ച് ആരെയെങ്കിലും കൂടെ നിർത്തി ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുമോ എന്ന് നരേന്ദ്രമോദി ശ്രമിക്കുന്നതായി സ്മൃതി രാമചന്ദ്രനും വിജയ് സിംഗും ഈ ഹിന്ദുവിൻ്റെ ലീഡ് വാർത്തയിൽ പറയുന്നു. പക്ഷേ ആ ശ്രമം വിജയിക്കുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന പ്രത്യേക ഒരു കാര്യം, മന്ത്രിമാർ രാജിവെച്ച് ചർച്ച മതി എന്ന നിലയ്ക്ക് കർശന നിലപാടെടുത്തിരിക്കുന്നത് കോൺഗ്രസും അതുപോലെ തന്നെ CPI-എമ്മുമാണ്. മറ്റു പാർട്ടികളിലിടയിൽ, പ്രതിപക്ഷ പാർട്ടികളിൽ നേരിയ ചാഞ്ചാട്ടം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് പ്രതിപക്ഷം പൂർണ്ണമായും മന്ത്രിമാർ രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നു എന്ന് പറയാനാകില്ല. ആ കാര്യവും ഹിന്ദു ഇന്ന് അതിൻ്റെ ലീഡ് വാർത്തയിൽ നമ്മോട് പറയുന്നു. പാർലമെൻറ്റ് സ്തംഭനത്തിൻ്റെ വിശദാംശങ്ങൾ മലയാള മനോരമ വർത്തമാനം പുറത്ത് ആ വാർത്ത തരുന്നു. മനോരമയെ സംബന്ധിച്ച് പാർലമെൻറ്റ് സ്തംഭനം 1-ാം പേജ് വാർത്തയല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. പോരു കനത്തു, പാർലമെൻറ്റ് വീണ്ടും മുടങ്ങി, ബദൽ പ്രചാരണവുമായി BJP അവർക്കെതിരെയുള്ള പ്രചാരണത്തെ അംഗീകരിക്കുന്നില്ല എന്നു മാത്രമല്ല, കോൺഗ്രസിനെതിരെ ബദൽ പ്രചരണവുമായി രംഗത്ത് വന്നു. കേരള വിഷയം ഉയർത്തി പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാൻ BJP തന്ത്രം, അത് നടപ്പില്ല എന്ന് CPM. ബാർക്കോഴയും അതുമാതിരി തന്നെ സോളാർ അഴിമതി ഉയർത്തിപ്പിടിച്ച്, കേരളത്തിലേതാണ് 2 സംഭവങ്ങളും, അതിനെ ഉയർത്തിപ്പിടിച്ച് അതുമായി ബന്ധിപ്പിച്ച് പ്രത്യേക ലഘുലേഖയൊക്കെ ഇറക്കി ഒഫൻസീവ് ഉണ്ടാക്കാൻ BJP ശ്രമിച്ചെങ്കിലും, പ്രതിരോധം പടുക്കാൻ BJP ശ്രമിച്ചെങ്കിലും ആ ശ്രമം വിജയിക്കുന്നില്ല. കാരണം അത്തരമൊരു ശ്രമം നടത്തുമ്പോൾ അതിന് പിന്തുണയുമായി CPM-നെ പോലെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ, കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ രംഗത്ത് വരും എന്ന് BJP പ്രതീക്ഷിച്ചു. പക്ഷേ ആ തന്ത്രം നടപ്പില്ല എന്ന് CPM. അതുവഴി പ്രത്യാരോപണങ്ങളിലൂടെ സ്തംഭനം തുടരുന്നതിൻ്റെ വാർത്ത തോമസ് ഡൊമിനിക് ദില്ലിയിൽ തരുന്നു. അതിങ്ങനെ: വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് രാജിവെക്കുന്നതുവരെ ചർച്ചയില്ലെന്ന് പ്രഖ്യാപിച്ച രാഹുൽ ഗാന്ധി സഭയ്ക്ക് പുറത്തും മുഖ്യ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമത്തിനെതിരെ സോണിയാഗാന്ധി ലോക്സഭയിലും രംഗത്തിറങ്ങിയതോടെ പ്രതിപക്ഷങ്ങൾ തമ്മിൽ പോരു കനത്തു. വെച്ച ചുവട് പിന്നോട്ട് വയ്ക്കാൻ ഇരുകൂട്ടരും തയ്യാറാകാത്തതിനാൽ പാർലമെൻറ്റ് വീണ്ടും മുടങ്ങി. ഇതിനിടെ കേരളം ഉൾപ്പെടെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ച് BJP ബദൽ പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. കേരള വിഷയങ്ങൾ ദേശീയ ചർച്ചയ്ക്ക് വയ്ക്കുന്നതിലൂടെ ലോക്സഭയിൽ ഏറ്റവും ശക്തമായ പ്രതിപക്ഷ സ്വരം ഉയർത്തുന്ന കേരള MP-മാരെ ഭിന്നിപ്പിക്കുക എന്ന തന്ത്രം കൂടി ആണ് ഭരണപക്ഷം പരീക്ഷിച്ചത്. പക്ഷേ അതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. പാർലമെൻറ്റിൻ്റെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ ഇനി കേരളത്തിൽ നിയമസഭ സമ്മേളിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നിയമസഭയിൽ ഇന്നലെ നടന്നതും വ്യത്യസ്തമായ ഒരു കാര്യമല്ല.
മാണിക്കെതിരെ പ്രതിഷേധം രണ്ടാം ദിവസവും സഭയിൽ ബഹളം. ധനമന്ത്രി കെ എം മാണിക്കെതിരായ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ തുടർച്ചയായി രണ്ടാം ദിവസവും നിയമസഭ ബഹളത്തിൽ കലാശിച്ചു. പ്രതിഷേധത്തിനിടെ ധനവിനിയോഗ ബിൽ പാസാക്കി സഭ ഉച്ചയോടെ പിരിയുകയും ചെയ്തു. ഏതായാലും ഇവിടെ ഭരണ പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും, എന്നാൽ അവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നിച്ചു നിന്ന് BJPക്കെതിരെ പ്രതിരോധം തീർക്കുന്നു. പാർലമെൻറ്റിൽ രണ്ടായാലും സമ്മേളനങ്ങൾ കൃത്യമായി നടന്നു പോകാത്ത ഒരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ അവസ്ഥ പാർലമെൻറ്റിൽ കലശലായിരിക്കുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഹൈക്കോടതി ജഡ്ജി ചോദിക്കുന്നത്, എന്തിനിങ്ങനെ ഒരു AGയുടെ ഓഫീസ്, അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസ് എന്തിനാണ് പ്രവർത്തിക്കുന്നത്? അഡ്വക്കേറ്റ് ജനറലും 120ഓളം വക്കീലന്മാരും കൂടി എന്തിനാണിങ്ങനെ പ്രവർത്തിക്കുന്നത്? അടച്ചുപൂട്ടി പോയിക്കൂടെ ഈ ഓഫീസ് എന്ന് ചോദിക്കുന്നു ഒരു ഹൈക്കോടതി ജഡ്ജി AGയുടെ മുഖത്ത് നോക്കി. ദേശാഭിമാനി ആ വാർത്ത ലീഡ് വാർത്തയാക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഒരുപക്ഷെ ഒരു ഹൈക്കോടതി ജഡ്ജിയേക്കാൾ താഴെയല്ലാത്ത ഒരാൾ AGയുടെ ഓഫീസ് അടച്ചു പൂട്ടിക്കൂടെ എന്ന് ചോദിക്കുന്നത്. കാര്യം തുറന്നു വെച്ചിരിക്കുന്നത് കൊണ്ട് വലിയ ഫലമൊന്നുമില്ല. ഹൈക്കോടതി ചോദിക്കുന്ന ഒരു കാര്യവും എത്തിക്കാൻ AGയുടെ ഓഫീസിന് കഴിയുന്നില്ല. അതുവഴി സർക്കാർ വാദിക്കുന്ന കേസുകളിൽ ആവശ്യമുള്ള കൃത്യമായ കാര്യങ്ങൾ കൃത്യസമയത്ത് എത്തിച്ച് ആ കേസിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വക്കീലന്മാരെ തയ്യാറാക്കാൻ കഴിയുന്നില്ല AGയുടെ ഓഫീസിന്. അങ്ങനെ പൂർണ്ണമായും പറഞ്ഞുകൂടാ. സോളാർ കേസ് വരുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് AGയുടെ ഓഫീസ്. അതുമാതിരി തന്നെ ബാർ കോഴ കേസ് വരുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഉമ്മൻചാണ്ടിക്കും KM മാണിക്കും വേണ്ടി വിടുപണി ചെയ്യുന്ന കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന AGയുടെ ഓഫീസ് എന്തുകൊണ്ട് മറ്റ് കേസുകളുടെ കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് ഹൈക്കോടതി ചോദിക്കുമ്പോൾ, ഇതങ്ങ് അടച്ചു പൂട്ടിക്കൂടായോ എന്ന് ഹൈക്കോടതി ചോദിക്കുമ്പോൾ, ഒരുപക്ഷെ നിയമനിർവഹണ രംഗത്ത് ഇപ്പോൾ നടക്കുന്ന പക്ഷപാതപരമായ സമീപനത്തെയാണ് തുറന്നു കാണിച്ചിരിക്കുന്നത്. കേരളത്തിലെ പ്രതിപക്ഷം പേർത്തും ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കോടതിക്ക് തന്നെ അത് പറയേണ്ടി വരുന്നു. ദേശാഭിമാനിയുടെ ലീഡ് വാർത്ത കാണുക. AG ഓഫീസ് പൂട്ടണം എന്ന് ഹൈക്കോടതി. സർക്കാർ അഭിഭാഷകർ അബ്കാരികളുടെയും വ്യവസായികളുടെയും നോമിനികളായി മാറിയിരിക്കുന്നു. കാരണം അവരുടെ കേസ് വരുമ്പോൾ ചാടി വീഴുന്നു സർക്കാർ വക്കീലന്മാർ. കോടതി ഉത്തരവുകൾ യഥാസമയം നടപ്പാക്കുന്നില്ല. ഇതിലും ഭേദം സ്വകാര്യ അഭിഭാഷകരെ നിയോഗിക്കുന്നതാണ്. ഹൈക്കോടതി അഭിഭാഷകരെ പോലും പോലീസ് പീഡിപ്പിക്കുകയാണ് എന്നും നിരീക്ഷിക്കുന്നു ഹൈക്കോടതി. PP താജുദ്ദീൻ ആ വാർത്ത ഇങ്ങനെ തരുന്നു. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് അടച്ചുപൂട്ടുന്നതാണ് നല്ലതെന്ന് ഹൈക്കോടതി. AG ഓഫീസിൻ്റെ കടുത്ത അനാസ്ഥയും അന്യായമായ ഇടപെടലുകളും അക്കമിട്ട് നിരത്തിയാണ് സംസ്ഥാനത്തെ ഉന്നത പീഠത്തിൻ്റെ രൂക്ഷ വിമർശനം. അബ്കാരികളുടെയും വ്യവസായികളുടെയും നോമിനികളാണ് സർക്കാർ അഭിഭാഷകരായി നിയമിക്കപ്പെട്ടതെന്നും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പറഞ്ഞു. ഭരണകക്ഷി അനുകൂല അഭിഭാഷക സംഘടനകളുടെ അംഗത്വമുള്ള എത്ര പേർ സർക്കാർ അഭിഭാഷകരായിട്ടുണ്ട് എന്നും രാഷ്ട്രീയ പശ്ചാത്തലമെങ്കിലും ഉള്ളവരായിരുന്നുവെങ്കിൽ കേസ് നടത്തിപ്പിൽ ഇവർ അല്പമെങ്കിലും പ്രതിബദ്ധത പുലർത്തുമായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മുകൾ തട്ട് മുതലുള്ള നിയമനങ്ങളുടെ സ്ഥിതി ഇത് തന്നെയാണ് എന്ന് കോടതി പറയുമ്പോൾ, ഇപ്പോൾ അവരോധിക്കപ്പെട്ടിരിക്കുന്ന 120-ൽ പരം സർക്കാർ അഭിഭാഷകരുണ്ടല്ലോ, അവർക്ക് ആ തൊഴിലിന് കൊള്ളുന്ന ആളുകളല്ല. ഇനിയും ഭരണകക്ഷിയിൽപ്പെട്ട ആളുകളായിരുന്നെങ്കിൽ ഇതിലെ ഭേദമായിരുന്നേനെ എന്ന് നിരീക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക്, ഗതികേടിലേക്ക് ഹൈക്കോടതി എത്തിച്ചേർന്നിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്ന കാര്യം നാം കാണണം. ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും കേളം കുലുങ്ങിയാലും പാലം കുലുങ്ങില്ല എന്ന നിലയ്ക്ക് ഉമ്മൻചാണ്ടി പറഞ്ഞത് AG തികച്ചും സമർത്ഥനായ ഒരാൾ തന്നെയാണ്. തനിക്കൊരു ഭിന്നാഭിപ്രായവും അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ചില്ല, ഉണ്ടാകാൻ ഇടയില്ല. കാരണം എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു കൊടുക്കുന്ന ഗുമസ്താവിനെ പോലെ നിൽക്കുകയാണല്ലോ AG. അങ്ങനെ വരുമ്പം മുഖ്യമന്ത്രിക്ക് അക്കാര്യത്തിൽ ഭിന്നാഭിപ്രായങ്ങളൊന്നുമില്ല. എത്ര മധുര മനോഹര സ്വഭാവത്തോടു കൂടിയ AGയാണ്. എന്താണ് ഹൈക്കോടതി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മനസ്സിലാകുന്നേയില്ല നമ്മുടെ മുഖ്യമന്ത്രിക്ക്. ഇനി ഇത്തരമൊരു പ്രതികരണം ഹൈക്കോടതിയിൽ നിന്ന് വന്നപ്പോൾ ഈ മധുര മനോഹര നാരങ്ങയായ AG എന്താണ് ചെയ്തത്? മുഖ്യമന്ത്രി ഉയർത്തിപ്പിടിച്ച AGയുടെ ചെയ്ത്ത് കാണണമെങ്കിൽ ദീപികയുടെ ഒന്നാം പുറം വാർത്ത കാണുക.
അഡ്വക്കേറ്റ് ജനറലിനെ അവഗണിച്ച് ജഡ്ജി എന്നാണ് പറയുന്നത് എങ്കിലും ഹൈക്കോടതി ജഡ്ജി ഇത്തരമൊരു നിരീക്ഷണം നടത്തിയതിന് തൊട്ടുപുറകെ AGയും കൂട്ടരും കാണിച്ച ഒരു കോൽക്കളിയുടെ ചിത്രവും നമുക്ക് പത്രത്തിൽ വായിക്കാം, കാണുക. ചാനലുകളിൽ വാർത്തയായതോടെ AGയുടെ ഓഫീസ് എന്തിനു തുറന്നിരിക്കണം, പൂട്ടിക്കൂടെ എന്ന വാർത്ത ചാനലുകളിൽ വാർത്തയായതോടെ അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി, പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ T ആസിഫ് അലി, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ KA ജലീൽ എന്നിവർ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ നിന്ന് യോഗം ചേർന്നു. തുടർന്ന് 3:40 അഡ്വക്കേറ്റ് ജനറലും ഗവൺമെൻറ് അഭിഭാഷകരും ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിൻ്റെ 6A കോടതിയിൽ എത്തിച്ചേർന്നു. ഇതോടെ മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും കോടതിയിൽ നിറഞ്ഞു. അരമണിക്കൂറോളം അഡ്വക്കേറ്റ് ജനറലും മറ്റും കോടതിയിൽ ഇരുന്നെങ്കിലും അവരോട് ഒന്നും ചോദിക്കാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് തയ്യാറായില്ല. സാധാരണഗതിയിൽ അഡ്വക്കേറ്റ് ജനറൽ ഹാജരായാൽ മറ്റ് കേസുകൾ മാറ്റിവെച്ച് AG ഉൾപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നതാണ് കീഴ്വഴക്കം. എന്നാൽ AGയെ പാടെ അവഗണിച്ച് സിംഗിൾ ജഡ്ജി മറ്റ് കേസുകൾ പരിഗണിക്കുകയായിരുന്നു. തുടർന്ന് DGPയും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലും കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ആരുടെ വീര പോരിനു വാട എന്ന നിലയ്ക്ക് AGയുടെ ആഭിമുഖ്യത്തിൽ കുറേ വക്കീലന്മാർ ആ കോടതിയിൽ പോയി ഇരുന്നാൽ ആർക്കും ഒന്നും സംഭവിക്കാനേ പോകുന്നില്ല, ശ്രദ്ധിച്ചില്ല ജഡ്ജി എന്നാണ് പറയുന്നത്. ഇതിൽ പരം എന്ത് അപമാനമാണ് നമ്മുടെ മുഖ്യമന്ത്രി അംഗീകരിച്ച AGക്ക് കോടതിയിൽ തന്നെ സംഭവിക്കാനിരിക്കുക. ഏതായാലും തുടർന്ന് കലി തീരാതെ ചീഫ് ജസ്റ്റിസിനെ ഇവരെല്ലാം കണ്ട് പരാതി പറഞ്ഞു എന്നും വാർത്തയുണ്ട്. ഏതായാലും സോളാർ കേസും ബാർക്കോഴ കേസുമൊക്കെ കൈകാര്യം ചെയ്ത് പിന്നീട് സമയമേയില്ല AGക്കും കൂട്ടർക്കും മറ്റ് കേസുകൾ കൈകാര്യം ചെയ്യാൻ. ഇങ്ങനെയൊക്കെ ഭരണം പോകുമ്പോൾ സാധാരണക്കാരെങ്ങനെയാണ് പ്രതികരിക്കുക? ആ വാർത്തയും പത്രങ്ങളിൽ വരുന്നുണ്ട്. മലയാള മനോരമ അത് 1-ാം പേജിലെ ആദ്യ വാർത്തയാക്കി തന്നിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് എന്താണ് സാധാരണക്കാർക്ക് നൽകാനുള്ളത്? ചെരിപ്പേറാണ് നൽകാനുള്ളത് എന്നാണ് ഇന്ന് പത്രലോകം നമ്മോട് പറയുന്നത്. കൗതുകകരമാണ് ആ തിരിച്ചടി. അവിടെ കൊടുത്താൽ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞതുമാതിരി ബാർക്കോഴ കേസിലും അതുമാതിരി സോളാർ കേസിലുമൊക്കെ ഞങ്ങൾ ഊരി എന്ന് മേനി നടിക്കുമ്പോൾ ഇതാ പാർലമെൻറ്റിൽ അത് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞതുമാതിരി കോടതികളിലും അതുപോലെ തന്നെ അധികാരത്തിൻ്റെ പണ്ടകശാലകളിലുമൊക്കെ നിലനിൽക്കാൻ കഴിയുമെങ്കിൽ തെരുവിൽ അതത്ര എളുപ്പമല്ല. അവിടെ എന്താണ് കാത്തിരിക്കുന്നത് ഈ പ്രഗത്ഭരെ? മലയാള മനോരമയുടെ ലീഡ് 1-ാമത്തെ വാർത്ത അത് സചിത്രമായി നമുക്ക് തരുന്നു. ചെരിപ്പേറുണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് നേരെ എന്നാണ് മലയാള മനോരമ പറയുന്നത്. അക്കാര്യത്തിലും തർക്കമുണ്ട്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ തുറന്ന ജീപ്പിന് നേരെ ചെരിപ്പേറ് എന്ന ശീർഷകത്തിൽ മലയാള മനോരമ ആ വാർത്ത തരുന്നത് കാണുക. തിരുവനന്തപുരം പള്ളിച്ചൽ പഞ്ചായത്തിലെ പൂങ്കോട് വാർഡിൽ രാജീവ് ഗാന്ധി നാഷണൽ സ്വിമ്മിംഗ് പൂൾ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയെ തുറന്ന ജീപ്പിൽ ആനയിക്കുമ്പോൾ ഇടതുപക്ഷ പ്രവർത്തകർ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് കല്ലും ചെരുപ്പും കരിങ്കൊടിയും കമ്പും വലിച്ചെറിഞ്ഞു. ജീപ്പിൽ മുഖ്യമന്ത്രിക്കൊപ്പം സ്പീക്കർ എൻ ശക്തൻ, മന്ത്രി MK മുനീർ എന്നിവരും ഉണ്ടായിരുന്നു. ജീപ്പിൽ ഒരു കല്ല് കൊണ്ടതല്ലാതെ അനിഷ്ടകരമായി യാതൊന്നും സംഭവിച്ചില്ല. ജീപ്പിൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു എന്നതല്ലാതെ മറ്റ് അനിഷ്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കുന്നു മലയാള മനോരമ. ധനമന്ത്രി KM മാണിയെ കരിങ്കൊടി കാണിക്കാനെത്തിയ പ്രവർത്തകരുടെ പ്രകോപനം അക്രമത്തിലേക്ക് തിരിയുമെന്ന് മുൻകൂട്ടി കണ്ട് നിയന്ത്രിക്കാൻ പോലീസിനായില്ല എന്നാണ് മലയാള മനോരമ നിരീക്ഷിക്കുന്നത്. ഈ പ്രതികരണം തെറ്റായിപ്പോയി, രക്ഷപ്പെടുത്താമായിരുന്നു, പോലീസ് അതിന് ശ്രമിച്ചില്ല എന്ന ആക്ഷേപം മലയാള മനോരമയ്ക്കുണ്ട്. അതുകൊണ്ടും തീർന്നില്ല മലയാള മനോരമ. KM മാണി എന്ത് ചെയ്തു ഇതിനിടയിൽ? അദ്ദേഹം മറ്റൊരു വഴിയിൽ, KM മാണി ആരാ മോൻ, മറ്റൊരു വഴിയിലൂടെ രഹസ്യമായി ഉദ്ഘാടന വേദിയിൽ എത്തിച്ചേരുകയും ചെയ്തു. 90 വയസ്സായാലും ഇത്തരം ധീരപ്രവർത്തനങ്ങൾക്ക് ഒട്ടും പിന്നിലല്ല കുഞ്ഞുമാണി എന്നാണ് ഇത് കാണിക്കുന്നത്. മന്ത്രി മാണി ഇതിനിടെ മറ്റൊരു വഴിയിലൂടെ ഉദ്ഘാടന വേദിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു എന്നാണ് വാർത്ത. മാണിക്ക് കരുതി വച്ചത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്കും MK മുനീറിൻ്റെ കോണിക്കുമാണ് കൊണ്ടത് എന്നാണ് അർത്ഥം. ഏതായാലും മംഗളം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ മനോരമയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതി മംഗളം സ്വീകരിക്കുന്നുണ്ട്. ലക്ഷ്യമിട്ടത് മാണിയെ, മുന്നിൽ കിട്ടിയ മുഖ്യമന്ത്രിക്ക് കല്ലേറും ചെരുപ്പേറും. ബാലരാമപുരത്ത് നീന്തൽക്കുളം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നേരെ ചെരുപ്പും കല്ലുമെറിഞ്ഞു. മുഖ്യമന്ത്രിയും സ്പീക്കർ എൻ ശക്തനും മന്ത്രി MK മുനീറും സഞ്ചരിച്ച തുറന്ന വാഹനത്തിന് നേരെയാണ് ഇടതുപ്രവർത്തകർ കല്ലും ചെരുപ്പും നീളൻ വടികളും എറിഞ്ഞത്. പ്രതിഷേധക്കാർ ലക്ഷ്യം വെച്ചിരുന്നത് ധനമന്ത്രി KM മാണിയെ ആയിരുന്നെങ്കിലും അദ്ദേഹം അപ്പോഴേക്കും മറ്റൊരു വഴിയെ
വേദിയിലെത്തിച്ചേരുകയും ചെയ്തു എന്ന് മംഗളം പറയുമ്പോൾ മറ്റൊരു കാര്യം മംഗളം ഇതിൽ സൂചിപ്പിക്കുന്നത് പത്രങ്ങളെല്ലാം ചെരിപ്പേറുണ്ടായി എന്ന് പറയുമ്പം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത് ചെരിപ്പേറുണ്ടായില്ല എന്നാണ്. ചെരിപ്പേറുണ്ടായി, അതിൽ പ്രതിഷേധിച്ച് ഇന്നലെ രാത്രി പ്രകടനങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തിയിരുന്നു കേരളത്തിൽ. പക്ഷേ ചെരിപ്പേരേ ഉണ്ടായിട്ടില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി പറയുന്നത്. ആ വാർത്തയും മംഗളം തരുന്നു, മനോരമ തരാത്ത വാർത്ത. ചെരിപ്പേറ് ഉണ്ടായില്ല എന്ന ആഭ്യന്തരമന്ത്രി. മുഖ്യമന്ത്രിക്ക് നേരെ കല്ലേറോ ചെരുപ്പേറോ ഉണ്ടായിട്ടില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കരിങ്കൊടി പ്രകടനമാണ് നടന്നതെന്നും ഇൻ്റലിജൻസ് ADGPയുമായി ചർച്ച നടത്തിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, വാർത്തയൊന്നും സത്യമല്ല, ചെരിപ്പേറ് ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ അഭിമതം. ജീവപര്യന്തം തടവുകാരെ വിട്ടയക്കുന്നതിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു. വിട്ടയക്കുന്നതിന് കാലവിളംബം ഉണ്ടായി. അതിന് കാരണം സുപ്രീം കോടതി അതുമായി ബന്ധിപ്പിച്ച് ചില കേസുകൾ പരിശോധിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ്. ഏതായാലും അതേ സംബന്ധിച്ച് ജീവപര്യന്തം തടവുകാരെ സംസ്ഥാനങ്ങൾക്ക് ഉചിതമായ രീതിയിൽ വിട്ടയക്കാം എന്ന നിലയ്ക്കുള്ള നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നത് വഴി കുറേയേറെ ജീവപര്യന്തം തടവുകാർ ശിക്ഷ പൂർത്തീകരിച്ചു എന്ന് സംസ്ഥാനങ്ങൾ കരുതുന്ന ജീവപര്യന്തം തടവുകാർ വിമോചിപ്പിക്കപ്പെടും. ആ വാർത്ത മാതൃഭൂമി ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. അത്രത്തോളം അത് നന്ന്. ജീവപര്യന്തം തടവുകാരെ വിട്ടയക്കൽ ഉപാധികളോടെ മാത്രം സുപ്രീം കോടതിയുടെ നിർദ്ദേശം അതാണ്. പി ബസന്ത് ആ വാർത്ത ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അതിങ്ങനെ: ജീവപര്യന്തം തടവുകാരെ മോചിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാരുകൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് സുപ്രീം കോടതി ഉപാധികളോടെ നീക്കി. ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട തടവുകാരെ വിവിധ സംസ്ഥാന സർക്കാരുകൾ മോചിപ്പിക്കുന്നത് സുപ്രീം കോടതി വിലക്കിയത് കഴിഞ്ഞ കൊല്ലമാണ്. ആ വിലക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അങ്ങനെ വിലക്ക് മാറ്റുമ്പോൾ ഉപാധികൾ വെച്ചാണ് സുപ്രീം കോടതി അത് മാറ്റിയിരിക്കുന്നത്. തോന്നിയ പോലെ എല്ലാവരെയും പറഞ്ഞു വിടാനാകില്ല. രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളായിരിക്കുന്ന ആൾക്കാരെ മോചിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ തീരുമാനമെടുത്തപ്പോഴാണ് സുപ്രീം കോടതിയുടെ ഇത്തരമൊരു ഇടപെടൽ ഉണ്ടായത്. ഏതായാലും സുപ്രീം കോടതി മുന്നോട്ട് വച്ചിരിക്കുന്ന ഉപാധികൾ കാണുക. രാജീവ് ഗാന്ധി വധക്കേസ് പ്രതികളെ വിട്ടയക്കാൻ പാടില്ല. അവർക്ക് ഇതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടാവുന്നില്ല. കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച കേസിലെ പ്രതികൾ, അവരെ വിട്ടയക്കാനാവില്ല സംസ്ഥാന സർക്കാരിന്. ടാഡ പ്രതികളെയും ബലാത്സംഗം ചെയ്തു കൊന്ന പ്രതികളെയും ജീവാവസാനം വരെ ശിക്ഷ കിട്ടിയവരെയും ഒന്നും സംസ്ഥാന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിട്ടയക്കാൻ പാടില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നു സുപ്രീം കോടതി. അതുകൊണ്ട് ഈ കോടതിയുടെ നിരീക്ഷണം വരുമ്പോഴും രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികൾ, ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നവർ ജയിലിൽ തന്നെ തുടരും. 20 വർഷമായി അവരങ്ങനെ തന്നെയാണ്. എന്നാൽ കേരളത്തിലെ അവസ്ഥ എന്ത്? 10 വർഷം പൂർത്തിയാക്കിയ ജീവപര്യന്തക്കാരെ മോചിപ്പിക്കും എന്ന് രമേശ് ചെന്നിത്തല അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നു. സംസ്ഥാനത്തെ ജയിലുകളിൽ 10 വർഷം തടവ് ശിക്ഷ പൂർത്തിയാക്കിയ ജീവപര്യന്തം തടവുകാരെ മോചിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ആഗസ്റ്റ് 15 അവരുടെ മോചനം പൂർത്തീകരിക്കും. അതിനുള്ള ശ്രമം ദ്രുതഗതിയിൽ നീങ്ങുന്നു എന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു. മദനിയുടെ കേസ് 2 മാസത്തിനകം തീർക്കുമെന്ന് NIA. നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇതുവരെയുള്ള NIAയുടെ പ്രവർത്തനം വെച്ച് നോക്കുകയാണെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. എങ്കിലും NIA ഇത്തവണയും സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ അത്തരമൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. 4 മാസം കൊണ്ട് ഇത് തീർക്കുമെന്ന് ഇതിനു മുമ്പുള്ള അന്വേഷണ ഏജൻസി പറഞ്ഞിരുന്നു. അത് നടക്കുകയുണ്ടായില്ല. മാധ്യമം എന്ന പത്രം വളരെ വിശദമായി ആ വാർത്ത തരുന്നുണ്ട്. പൊതുവൃത്താന്തം പേജിൽ മാധ്യമം ആ വാർത്ത തരുന്നത് കാണുക. ബാംഗ്ലൂർ സ്ഫോടന കേസ് സാക്ഷി വിസ്താരം പുനരാരംഭിച്ചു. PDP ചെയർമാൻ അബ്ദുൽ നാസർ മദനി ഉൾപ്പെട്ട ബാംഗ്ലൂർ സ്ഫോടന കേസിൽ സാക്ഷി വിസ്താരം NIA കോടതിയിൽ പുനരാരംഭിച്ചു. കേസിൽ ബാക്കിയുള്ളത് 90 സാക്ഷികളാണ്. 170 സാക്ഷികളെ വിസ്തരിക്കുന്നതിന് 4 വർഷമെടുത്ത കേസാണ്. 90 സാക്ഷികളെ 2 മാസം കൊണ്ട് വിസ്തരിച്ച് എല്ലാ കാര്യങ്ങളും പരിഹരിച്ച് കളയുമെന്ന് അവകാശപ്പെടുന്നത് നടക്കാൻ പോകുന്നൊരു കാര്യമല്ല. ജൂലൈ 21 തുടങ്ങിയ സാക്ഷി വിസ്താരം സെപ്റ്റംബർ 29 പൂർത്തിയാക്കുമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അതുകൊണ്ട് തന്നെ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട, കേരളത്തിലേക്ക് വന്ന് കണ്ണിൻ്റെ ചികിത്സ നടത്താൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട മദനിയുടെ ജാമ്യാപേക്ഷ ജൂലൈ അവസാനത്തോടെ സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. തരൂരിന് മോദിയുടെ പ്രശംസ. പാർലമെൻറ്റിൽ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരു കൂട്ടരെങ്കിലും. തരൂരിനെ പ്രശംസിക്കാൻ മോഡി തുനിഞ്ഞിരിക്കുന്നു.
വളരെ ദുരൂഹമാണ് ആ അവസ്ഥ. ആ വാർത്ത ഇന്ന് മാധ്യമം തരുന്നു. സോണിയ ശാസിച്ച തരൂരിന് മോദിയുടെ പ്രശംസ. സോണിയാഗാന്ധിയുടെ ശാസന ഏറ്റുവാങ്ങേണ്ടി വന്നതിന് പിറ്റേന്ന് തരൂരിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രശംസ. പറ്റിയ വേദിയുടെ ശരിയായ കാര്യം പറയുന്ന പ്രസംഗകനാണ് ശശിജി. ചിലപ്പോൾ അതൊരു വഴിത്തിരിവായി മാറിയിട്ടുണ്ട് എന്ന് മോദി പറയുമ്പോൾ മോദിയെ തിരിച്ചും പലവരും പ്രശംസിച്ചിട്ടുണ്ട്. ഈ ശശി തരൂർ എന്ന MP ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വിദേശ നയവുമായി ബന്ധിപ്പിച്ചാണ് ഈ മായാജാലക്കാരൻ വാഴ്ത്തിയത്. മോദിയുടെ വിദേശ നയം കൊള്ളാമെന്ന് പറഞ്ഞു, പിന്നീട് സ്വച്ഛ ഭാരത പദ്ധതി കൊള്ളാമെന്ന് പറഞ്ഞു, യോഗ പദ്ധതി കൊള്ളാമെന്ന് പറഞ്ഞു, പാർലമെൻറ്റ് സ്തംഭിപ്പിക്കുന്നത് മോശമാണെന്നും പറഞ്ഞു. ഏതായാലും ഇതൊക്കെ മതി അദ്ദേഹത്തെ പ്രകീർത്തിക്കാൻ, മോഡിയെ പ്രേരിപ്പിക്കാൻ. എവിടെയാണ് ഈ മനുഷ്യനിപ്പോൾ നിൽക്കുന്നതെന്ന് ആർക്കും അറിയില്ല, രാജേട്ടന് പോലും അറിയില്ല. ഒന്നിച്ച് ജീവിക്കാൻ വിവാഹം വേണമെന്നില്ല, സുപ്രീം കോടതിയുടെ നിരീക്ഷണമാണ്. കേരള കൗമുദി 1-ാം പുറത്ത് വരുന്നു. വിവാഹം കഴിക്കാതെയും ഒന്നിച്ച് ജീവിക്കാം സുപ്രീം കോടതി. വിവാഹം കഴിക്കാതെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്നത് കുറ്റകരമല്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ആ വാർത്ത കേരള കൗമുദി 1-ാം പേജിൽ തരുമ്പോൾ വളരെ വിപ്ലവകരമായ ഒരു നിരീക്ഷണമായി അത് മാറുന്നു. സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ ഒരു ധാരാളിത്തത്തെ സംബന്ധിച്ച വാർത്ത സിറാജ് ഇന്ന് 1-ാം പേജിൽ തരുന്നു. പൊതുകടത്തിൽ 71.47% വർധനവ് സംഭവിച്ചിരിക്കുന്നു. 4 വർഷത്തിനിടെ സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിൽ 71.47% വർധനവുണ്ടായ കാര്യം സിറാജ് പറയുമ്പോൾ ജന്മഭൂമി എന്ന പത്രം അത് കുറേ കൂടി വിശദമാക്കി പറയുന്നത് ഇങ്ങനെയാണ്. കേരളം കടക്കെണിയിലാണ് എന്നാണ് ജന്മഭൂമി നിരീക്ഷിക്കുന്നത്. ജന്മഭൂമിയുടെ 1-ാം വാർത്തയാണത്. പൊതുകടം 1,35,114 കോടി. വികസനവാദങ്ങൾ പെരുമ്പറ കൊള്ളുമ്പോഴും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക തകർച്ചയിലേക്ക് UDF സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാനത്തിൻ്റെ പൊതുകടം വർദ്ധിച്ചത് 71.74%. 2011 സംസ്ഥാനത്തിൻ്റെ പൊതുകടം 78,673 കോടി രൂപയായിരുന്നുവെങ്കിൽ 2015 മെയ് 31 AGയുടെ പ്രാഥമിക കണക്ക് പ്രകാരം സംസ്ഥാനത്തിൻ്റെ പൊതുകടം 1,35,114.95 കോടി രൂപയായി തീർന്നിരിക്കുന്നു. അതായത് ഇരട്ടിയായി തീർന്നിരിക്കുന്നു. UDF സർക്കാരിൻ്റെ ഒരു റെക്കോർഡ് വർധനവ് തന്നെയാണ് ആ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഈ വാർത്ത കാണിക്കുന്നത്. ഇനി ഇന്നത്തെ കാർട്ടൂൺ. പാർലമെൻറ്റ് ഇപ്പോൾ സമ്മേളിക്കുന്നത് വെറുതെ സ്തംഭിക്കാനാണ്. എന്താണ് സത്യത്തിൽ പാർലമെൻറ്റ്? സാധാരണക്കാർക്ക് ജനാധിപത്യത്തിൻ്റെ ജീവജലം നൽകേണ്ട കിണറാണ് പാർലമെൻറ്റ് എങ്കിൽ പാർലമെൻറ്റിൽ സംഭവിക്കുന്നത് അറിയണമെങ്കിൽ ഈ കാർട്ടൂൺ കാണുക. ഇത് ജീവജലം തേടി കിണറ്റിനരികിലെത്തിയ സാധാരണക്കാരായ ഇന്ത്യക്കാരാണ്. ഇതൊരു പ്രാർത്ഥനാ കിണറാണ്. ഇവിടെ വോട്ട് നിക്ഷേപിക്കുക, പകരം നിങ്ങളുടെ പ്രാർത്ഥന നിറവേറ്റപ്പെടും എന്ന് ഒരു ബോർഡ് പറയുന്നു. പക്ഷേ നിറവേറ്റുന്നത് ചുരുട്ടിയ മുഷ്ടി കൊണ്ടുള്ള അടി മാത്രമാണ് എന്ന് ഈ കേശവ് കാർട്ടൂൺ ഹിന്ദുവിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ഇത് പഞ്ഞക്കർക്കിടക മാസമാണ്. പഞ്ഞക്കർക്കിടക മാസം സുഖചികിത്സയുടെയും കൂടെ കാലമാണ്. ഈ ചിത്രം കാണുക. സുഖചികിത്സ മനുഷ്യർക്ക് മാത്രമല്ല, ആനയ്ക്കും അതുണ്ട്. കർക്കിടക മാസത്തിലെ മരുന്ന് ഭക്ഷണം ആനയ്ക്ക് നൽകുന്ന വലിയ ശാലയിലെ ആനയൂട്ട് മാതൃഭൂമി ചിത്രമാക്കി മാതൃഭൂമി നഗരം പേജ് നമുക്ക് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.